ലോക ടൂറിസത്തിൽ പാതിരാ മണലിനെയും ആലപ്പുഴയെയും കുട്ടനാടൻ സഫാരി അടയാളപ്പെടുത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സംസ്ഥാന ജലഗതാഗത വകുപ്പ് നടപ്പിലാക്കുന്ന കുട്ടനാട് സഫാരി പദ്ധതിയുടെ ആദ്യഘട്ടമായി പാതിരാ മണൽ ദ്വീപിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ആംഫി തിയേറ്ററിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദുബായിലെ ഡെസേർട്ട് സഫാരിയുടെ മാതൃകയിൽ കുട്ടനാട് മേഖലയിൽ ടൂറിസം, ഗതാഗതം, പ്രാദേശിക വികസനം എന്നീ ഘടകങ്ങൾ ഏകോപിപ്പിച്ചാണ് സഫാരി പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ജലഗതാഗത വകുപ്പ് നടപ്പിലാക്കുന്ന കുട്ടനാട് സഫാരി പദ്ധതിയുടെ ആദ്യഘട്ടമായി പാതിരാമണൽ ദ്വീപിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ആംഫി തിയേറ്ററിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണോദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഓൺലൈനായി നിർവഹിച്ചു. ആലപ്പുഴ നിന്ന് ആരംഭിച്ച് മുഹമ്മ പഞ്ചായത്തിലെ പാതിരാമണലിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ബോട്ട് സഫാരിയെക്കുറിച്ച് പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന ഡെസേർട്ട് സഫാരി, മരുഭൂമി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കായൽ ഉപയോഗിക്കുന്നു, അവിടെ ലാൻഡ് ക്രൂയിസർ ഉപയോഗിക്കുമ്പോൾ നമ്മളിവിടെ ബോട്ട് ഉപയോഗിക്കുന്നു. ആ പോകുന്ന വഴിക്ക് നമ്മുടെ സംസ്കാരം അറിയുക എന്നുള്ളതാണ്. ഇപ്പം ചേർത്തല നിയോജകമണ്ഡലത്തിലെ ഒരു പ്രധാന സ്ഥലമാണ് മുഹമ്മയുടെ ഈ പാതിരാമണൽ എന്ന് പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത്ര മനോഹരമായൊരു ഭൂപ്രദേശത്തെ അതിൻ്റെതായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറയുണ്ടായിരുന്നു, ഓരോരോ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞ് തടസ്സപ്പെടുത്തി മുന്നോട്ട് പോകുമായിരുന്നു. എന്നിട്ടും പഞ്ചായത്ത് ലളിതമായ നിലയിൽ ഒരു ടൂറിസം പദ്ധതി അവിടെ നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതി കാണാൻ തന്നെ വലിയൊരു ജനസഞ്ചയം അവിടെ എത്തിച്ചേരുന്നുണ്ട്. പഞ്ചായത്തിന് അതൊരു നല്ല വരുമാന മാർഗവും ഒക്കെയാണ്, കുടുംബശ്രീ പ്രവർത്തകർക്കുമൊക്കെ. ലോക ടൂറിസത്തിൽ പാതിരാ മണലിനെയും ആലപ്പുഴയെയും കുട്ടനാടൻ സഫാരി അടയാളപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടുവരുന്ന സഫാരി യാത്രയുടെ മോഡലിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാണെന്നും ടൂറിസത്തിൽ ഏറ്റവും വലിയ ആകർഷണമായി കുട്ടനാടൻ സഫാരി മാറുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയിലൂടെ തൊഴിൽ സാധ്യതയേറുമെന്നും പദ്ധതിയോടനുബന്ധിച്ച് ടൂറിസം ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അനന്തമായ ടൂറിസം സാധ്യതയ്ക്ക് വഴിയൊരുങ്ങുന്ന പദ്ധതി ആലപ്പുഴയ്ക്ക് ലഭിച്ച വലിയ സമ്മാനമാണെന്ന് ചടങ്ങിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ച കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ചേർത്തലയോട്, മുഹമ്മയോട്, പാതിരാമണലിനോട് കാണിച്ചിരിക്കുന്ന ഈ പ്രത്യേകത പാതിരാമണലിനെ ലോക ടൂറിസത്തിന്റെ പട്ടികയിലേക്കായിരിക്കും ഇതോടൊപ്പം എടുത്തുയർത്തുക. അങ്ങ് ചെയ്തിരിക്കുന്നത് വലിയ സഹായമാണ്. ലോക ടൂറിസത്തിന്റെ ഭൂപടത്തിൽ പാതിരാമണലിനെ അടയാളപ്പെടുത്താൻ അങ്ങ് കാട്ടിയ ഈ നടപടി ഞങ്ങൾ എക്കാലവും ഓർത്തിരിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ബഹുമാന്യനായ മന്ത്രിക്ക് മണ്ഡലത്തിന്റെ ജനതയുടെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും. ദുബായിലെ ഡെസേർട്ട് സഫാരിയുടെ മാതൃകയിൽ കുട്ടനാട് മേഖലയിൽ ടൂറിസം, ഗതാഗതം, പ്രാദേശിക വികസനം എന്നീ ഘടകങ്ങൾ ഏകോപിപ്പിച്ചാണ് സഫാരി പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആംഫി തിയേറ്റർ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പാതിരാമണൽ ദ്വീപിൽ വിനോദ സാംസ്കാരിക പരിപാടികളും പ്രാദേശിക കലാരൂപങ്ങളും അവതരിപ്പിക്കാനും സൗകര്യമൊരുക്കും. കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി വി നായർ, വാർഡ് മെമ്പർ ലൈല ഷാജി, മുഹമ്മ പഞ്ചായത്ത് സെക്രട്ടറി എം.പി. മഹീധരൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയറക്ടർ ആനന്ദ് സമ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1,00,000 മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,